ഇവിടെ മുല്ല അലീനിൽ ഖാരി തങ്ങൾ മിർഖാത്തിൽ പറയുന്ന ഒരു ആശയമുണ്ട്. ഒരാൾ ജീവിതകാലത്ത് കുറേ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന ദിക്ർ ചൊല്ലി എന്നാൽ സ്വർഗത്തിൽ കുറച്ച് മരം കിട്ടുമെന്നാണോ? അല്ല, ഓരോ ദിക്റിനും ഓരോ മരം കിട്ടും. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇയാളെ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങിയും ചക്കയെല്ലാം പറിച്ചിട്ട് ആജിക്ക നിങ്ങളെ വളപ്പിന്ന് പറിച്ചതാണ്, എടെ വെക്കണ്ടി സൈഡിൽ സ്റ്റോർ റൂമിലൊക്കെ അല്ലേ? അങ്ങനല്ല. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുന്ന അതിൻ്റെ അർത്ഥം. അതൊരു സൂചനയാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും, സ്വർഗത്തിൽ മരം കിട്ടും, സ്വർഗത്തിൽ വീട് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും എന്നാണ്. ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബിൽ ഹദ്ദാദിലും മഹാനായ ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സിക്കാം ഫീ സിയാറത്തി ഖൈറിൽ അനാമിലൊക്കെ ഈ ആശയം വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു മരം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം. സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാളെ നരകത്തിൽ കിടത്തിയിട്ട് വീടിൻ്റെ വാടക കൊടുത്തേക്കല. അബ്ദുറഹ്മാനാജിക്ക കഴിഞ്ഞ മാസം വാടക കുറച്ച് ലേറ്റായി പോയി, 5-ാം തീയതി പോയി, അങ്ങ് കൊടുത്തേക്കല. ഇയാൾക്ക് ഈ വീടിൻ്റെ വാടക കിട്ടിയിട്ട് എന്താണ്ട്? സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടുകാർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അത്രയും ജീവനുണ്ടല്ലോ. ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. 10 ഓതിയാൽ 10 ഇഖ്ലാസ് ഓതാൻ എത്ര പണിയുണ്ടാ? ഇല്ല. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ 10 ഇഖ്ലാസ് ഡെയിലി ഓതിയാൽ മതി. ഉമർ റളിയല്ലാഹുവിൻ്റെ ചോദ്യം 20 ഓതിയാലോ? 2 കിട്ടും. എത്ര ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. മൂപ്പര് 10ൻ്റെ ഗുണന പട്ടികയായിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി വേഗം സ്റ്റോപ്പ് ചെയ്തു. എത്രയാണോ ഓതുന്നത് അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ്, ചില ആംഗിൾ മാത്രം ഇവിടെ വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണല്ലോ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് എന്ന നിലയിൽ നമുക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെത്തണം. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തലൊന്നും ആർക്കും കഴിയൂല. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരാശയമാണ്. എനിക്ക് നബി തങ്ങളുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പോലും ഇല്ല. 2nd റാങ്ക് ഒരുക്കാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനുണ്ടോ? ഉലുൽ അസ്മിലെ ബാക്കിയുള്ള ഈസാ നബി, നൂഹ് നബി അലൈഹിമുസ്സലാത്തു വസ്സലാം അവർക്കുണ്ടോ? ഇല്ല. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? സ്വർഗത്ത് നിന്ന് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു ഹജർ റഹിമഹുള്ള മിഷ്കാത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഫത്ഹുൽ ഇലാഹ് എന്ന കിതാബിൽ ആ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടിൽ ആമീൻ കണ്ടുപിടിച്ചിട്ടില്ലേ? ആമീന് ഭയങ്കര പവറുണ്ട്. 4 അക്ഷര. നമ്മൾ ആമീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ 4 മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കും. വദുആ ഉൽ മലായിക്കത്ത് മർജൂഉൽ ലിൽ ഇജാബ. മലക്കൾ ദ്വാരുന്ന എന്തായാലും ഉത്തരം കിട്ടും. കാരണം ലി ഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതള. അള്ളാഹു ആണ് ഓരോ ദ്വാരക്കാനെ ഏൽപ്പിക്കുന്നത്. ശമ്പളം ഇല്ലാത്ത പണിക്ക് അള്ളാഹ് ഏൽപ്പിക്കൂല. ഫത്ഹുൽ ബാരി 2ാം വാള്യം. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. 4 ദിവസത്തെ വയലുണ്ടല്ലോ, 4ാമത്തെ ദിവസം നമുക്ക് ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇത് രണ്ടും നമ്മൾ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ? മഹാനവറുകൾ പറഞ്ഞു, അംസിക്ക് ശംസ എന്ന മോന് സൂര്യൻ അവിടെ പിടിച്ചു വെക്കുന്നു. നമ്മുടെ സംസാരിച്ചിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങൂലേ? പെട്രോൾ ആയുസ് തീരൂല മോനെ. എവിടെ പോന്ന്? ഒന്ന് കറങ്ങാൻ. എന്തേ? ഒരു ട്രിപ്പ്. പെട്രോൾ തീരൂലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ചില ആളിപ്പോൾ പരിപാടിയിലൊക്കെ ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് അബുദാബിയിലോ
അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റാസൽ ഖൈമയിലോ ഉള്ള ആളെ ഹായ്, അപ്പം മറ്റേ ആൾ ഹോയ്, ഉറങ്ങുന്നില്ലേ? ഇവനിങ്ങനെ ചോദിച്ചാൽ അവനെങ്ങനെ ഉറങ്ങല്? രണ്ടാൾക്ക് സമയത്തിന് വിലയില്ല. ചിലർ വാട്സപ്പിൽ വോയിസ് അയച്ചാൽ അപ്പാട് വാട്സപ്പിൻ്റെ മിസ് കോൾ അടിക്കും, ഇപ്പം നോക്കിക്കൊള്ളണം. അപരനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതാണ് ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അംസികി ശംസ, സൂര്യനെ പിടിച്ചു വെക്ക്, എന്നാൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. സൂര്യൻ കറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിനെ കുറിച്ച് സിയറിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം, 30 കൊല്ലക്കാലം ഹദീസ് എഴുതുന്ന കാരണത്താൽ മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. 30 കൊല്ലവും പെങ്ങളാണ് ഭക്ഷണം കൊടുത്തത്, വായിൽ ഉരുട്ടിക്കൊടുത്തു. 30 കൊല്ലക്കാലം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹദീസ് എഴുതാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനവറുകൾക്ക് ഫുഡ് കൊണ്ടു കൊടുത്താൽ തന്നെ കഴിക്കൂല. അങ്ങനെ എങ്ങനെയെങ്കിലും ആരോഗ്യം പിടിച്ചു നിർത്താൻ വേണ്ടി പെങ്ങള് തീരുമാനിച്ചതാ, എൻ്റെ ഇക്കാക്ക ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് വായിലിട്ട് കൊടുക്കാം. അങ്ങനെ 30 വർഷം അങ്ങനെ ഉണ്ടായതായി ചരിത്രത്തിൽ കാണാം. ഖീമത്തു സമൻ ഇൻദൽ ഉലമ എന്ന ഗ്രന്ഥത്തിൽ ആധുനിക പണ്ഡിതനായ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ രേഖപ്പെടുത്തുന്നു, മുൻകാല ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾ നോക്കൂ, അവരൊക്കെ സമയത്തിന് കൊടുത്തൊരു വില നോക്കൂ. അവരൊക്കെ സമയത്തിന് അത്രമാത്രം മഹത്വം കൽപ്പിച്ചു. നവവി ഇമാം റഹിമഹുള്ളയുടെ ബയോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ ഉറങ്ങിയത് ചരിത്രത്തിൽ കാണൽ സാധ്യത കുറവാണ്. നല്ല ക്ഷീണം വന്നാൽ നവവി ഇമാം ചെയ്യുന്ന പരിപാടി ചുമരിനൊന്ന് ചാരിയിട്ട് കുറച്ച് സമയം ഒന്ന് തൂങ്ങും. പിന്നെ മഹാനവറുകൾക്ക് ടെൻഷനാവും, സമയം കുറച്ച് അധികം ഉറങ്ങിപ്പോയോ എന്ന്. കണ്ടോ, കുറച്ചധികം ഉറങ്ങിപ്പോയോ എന്ന് ടെൻഷനാവും മഹാനവറുകൾക്ക്. മഹാനവറുകളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഒക്കെ ആരെങ്കിലും കാണാൻ വന്നാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം? ഒരു കിതാബ് എടുത്തു കൊടുക്കും. കിതാബ് തിരിഞ്ഞിട്ട് മുത്താലയ്യാണെങ്കിൽ അവർക്കും കൂലി കിട്ടുമല്ലോ. തിരിയൂലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം കിട്ടിയാൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾ ചിത്രം നോക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് പോകുമല്ലോ. അത്ര തന്നെ ഉള്ളു. നമുക്കൊരാളെ കിട്ടാൻ കളിക്കാൻ, ഓൺലൈനിൽ കിട്ടാൻ കളിക്കാൻ, സമയം പോവാൻ, ടൈം പാസ്, കറങ്ങിത്തിരിയാണ്, സർക്കീറ്റ് അടിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ. ഇപ്പം എല്ലാം ആസ്വാദനാണ്. ഞാൻ വിഷയത്തിലേക്ക് വഴി വരുന്നുണ്ട്. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് വെറുതെ പറയണല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാൾ നന്നായി എന്ന് പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിരിക്കണം. 1.5 മണിക്കൂർ ഫുട്ബോൾ കണ്ടോനും ഹൈലൈറ്റ് കാണും. ഓനിക്ക് തന്നെ അറിയാം ആരാ ജയിച്ചിന് തോറ്റിന്. എന്നാലും എന്താണ് നീ കാണുന്നത്? അവരരങ്ങല്ലേ എന്നാണ് പറയണത്. എന്തിനാ മോനെ നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയിട്ട് കാര്യം? എന്താ നമുക്കിപ്പോൾ കിട്ടിയത്? 3000-ൽ പരം കോടിയാണ് ഖത്തറിൽ കളിച്ച ഫുട്ബോൾ ടീമിന് കിട്ടിയ ക്യാഷ് പ്രൈസ് മാത്രം. നമുക്കെന്താ കിട്ടണത്? നമുക്കെന്ത് കിട്ടുന്നു? നമുക്കെന്താ കിട്ടിയേക്കണത്? നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ആഖിറത്തിൽ എന്തുണ്ടാക്കി?